ആയിട്ടുള്ളൂ കേട്ടോ. 9:30 ആയിട്ടുണ്ട്. ആ മതി കേട്ടോ. അങ്ങനെ നമ്മള് താജ് എത്തി ഗൈസ്. താജ് ബി വേണ്ട. ഇതാണ് എന്റെ ഗായു. നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട്, ആവശ്യത്തിലേറെ എടുക്കുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട്. ഫുഡ് സ്പെഷ്യലൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് രാവിലെ തീർത്തത്. നമ്മളുടെ കോപ്പി റൈറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഇതിൻ്റെ സ്വന്തം ജർമ്മൻ ഡിപ്പാർട്ട്മെന്റിലെ ആപ്ലിക്കേഷൻ സ്റ്റാഫുകളും അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് അടിച്ചു പൊളിച്ച് കളിച്ച ഒരു ഡാൻസായിരുന്നു. കമ്പനിയിൽ തന്നെ ഗോൾഡ് കോയിൻ, ലക്കി ഡ്രോ വിന്നേഴ്സിന് ഗോൾഡ് കോയിൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് മെയിൻലി ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ്. എല്ലാവരും അകത്തൊക്കെ തന്നെ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഡിഷസ് ഒക്കെ വന്നിട്ട് ആവറേജ് ആയിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ബട്ട് എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളുടെ ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും ഇവളുടെ ബ്ലോഗിലെ സ്ഥിരം ഇരയാണ് ഞാൻ. എനിക്ക് വെറുതെ പറയാനറിയില്ല. അതെ, ഇതാണ് നമ്മളുടെ സ്ഫടികത്തിലെ മോഹൻലാൽ. മഞ്ഞ വരവാണ് വണ്ടി ഓടിച്ചിട്ട്. അങ്ങനെ നമ്മൾ പടയപ്പനെ മനസ്സിലങ്ങ് ധ്യാനിച്ചുകൊണ്ട് DJ പാർട്ടിക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 2:45 2:30 ടൈമിൽ തന്നെ നമ്മൾ DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വൈബ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്ക് വേണ്ടി തന്ന ഒരു സ്പെഷ്യൽ ഡേ നമ്മളങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂർ നിർത്താതെ ഇങ്ങനെ നമ്മളൊന്ന് ലോ ആയി വരുമ്പോഴത്തേക്കും അവന്മാർ നല്ല ഹൈക്കിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് 1.5 മണിക്കൂർ ചാട്ടവും ഓട്ടവും തുള്ളലും DJ പാർട്ടിയും എല്ലാം കഴിഞ്ഞ് ടയേർഡായി പയ്യെ വീട്ടിലോട്ട് ചലിക്കാറായപ്പോൾ റീൽസ് എടുക്കാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതങ്ങ് കാറി വെച്ചങ്ങ് തീർത്തു. പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ നിതുബാല ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു, എന്നെ മെട്രോ സ്റ്റേഷനിലാക്കുന്നു, അയാളെ വീട്ടിൽ പോകുന്നു. ഓക്കെ ബൈ.